ലത എൻ്റെ അമ്പലയാത്ര ചാനലിലെ മുളുണ്ട് സ്റ്റേഷനിൽ ഇറങ്ങി ഈസ്റ്റിൽ നിന്ന് റിക്ഷ പിടിച്ചിരുന്ന് തുങ്കാബലേശ്വർ മന്ദിർ എന്ന് പറയും. അതായത് ശിവമന്ദിർ, മുളുണ്ട് ഈസ്റ്റിലെ ശിവമന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിൽ ഒരു ശിവമന്ദിർ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, നല്ല ശാന്തമായിട്ടുള്ളത്. അവിടെ ഒരു ഇത് ചിങ്ങി വന്നിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. അത് ഒരു അണ്ണാനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ക്യാമറ ചെയ്താണ്. തെങ്ങിൻ്റെ മീതെ കണ്ടില്ലേ അണ്ണാൻ ഒക്കെയുള്ള സംഭാജി ഗാർഡനാണ്, വലിയൊരു ഗാർഡൻ. അതിനവിടെ കണ്ടില്ലേ തുങ്കാവതേശ്വർ മന്ദിർ. 53 വർഷം പഴക്കമുള്ളത്. അമ്പലം പണിതേക്കണമെന്നാണ്, സ്വയംഭൂ ഒന്നുമല്ല. എല്ലാ തിങ്കളാഴ്ചയും നല്ല തിരക്കുണ്ടാവും. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ അധികം തിരക്ക്. ശിവരാത്രിക്ക് പറയേ വേണ്ട, തൊഴാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്ര ഇതുള്ളതാണ്. എല്ലാ തിങ്കളാഴ്ചയും ആൾക്കാർ വന്ന് പൂജയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോന്നും പൂജയ്ക്ക് ബുക്ക് ചെയ്യും. അങ്ങനെ വേണം. പൂജ കഴിഞ്ഞ് നാമം ചെല്ലായിരിക്കും. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാത്ത കണ്ടല്ലേ എന്ത് ഭംഗിയാണ്. കാളയുടെ രൂപം, അതും അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ആമടയുണ്ട് കാളയുടെ തൊട്ട്, അതുണ്ട്. പുറമേ ഗണപതിയുടെയും ഹനുമാൻ്റെയും ഉണ്ട്. അവിടെ അവർ പൂജ ചെയ്ത് തരികയാണ് ചെയ്യുക നമുക്ക്. പക്ഷെ നമുക്ക് ശിവലിംഗത്തിൽ അർപ്പിക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ ഹനുമാൻ സ്വാമിയാണ്. അങ്ങനെ ഗണപതിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്. പുറത്ത് അവിടെ ഇരിക്കാൻ, സ്ത്രീകൾക്ക് ഇരിക്കാൻ ബെഞ്ചും കൂടി ഇട്ട് ഇരുന്ന് നാമം ചെല്ലേണ്ടവർക്ക് ഇരുന്ന് ചെല്ലാം, താഴെ ഇരിക്കാം, മുകളിൽ ഇരുന്നിട്ട് അങ്ങനെയും ആ ഒരു ഇത് ചെയ്യാം. വന്നു കഴിഞ്ഞ് തൊഴുത് അങ്ങനെ പോവല്ല, എല്ലാവരും കുറച്ച് നേരം നാമം ചെല്ലായിരുന്നിട്ട് അവിടെ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ശിവമന്ദിറിൻ്റെ സ്ഥാപനയും ഇതൊക്കെ പറ്റിയിട്ട് കണ്ടില്ലേ. ഇങ്ങനെ പ്രവചനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഗാർഡൻ കണ്ടില്ലേ, ഇത്ര വലിയ ഗാർഡൻ. ആൾക്കാർ എപ്പോഴും നടക്കാനും ഇതൊക്കെ ഉണ്ടാവും. ചെറിയൊരു അമ്പലം, പക്ഷെ അത് കുഴപ്പമില്ല, തിരക്കുള്ള അമ്പലം. മുളുണ്ട് ഈസ്റ്റിലെ തുങ്കാവതേശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ശിവമന്ദിർ. മുളുണ്ട് ഈസ്റ്റിലെ ശിവമന്ദിർ എന്നാണ് ഇപ്പോൾ അത് ഫേമസ് ആയിട്ടുള്ളത്. അതായത് സംഭാജി ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഗാർഡനാണ്. പറയില്ലേ, നടക്കാൻ ആൾക്കാർ എപ്പോഴും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഗാർഡൻ്റെ തൊട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഗാർഡനും ഒന്ന് കാണിച്ചു എന്ന് മാത്രം. കണ്ടില്ലേ, ആ അണ്ണാൻ കയറുന്നതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ചെയ്തു മാത്രം. നല്ല രസമായിട്ടുള്ളത്. അപ്പോൾ വേറൊരു അമ്പലമായിട്ട് വരാം. ബായ്.